UGC നെറ്റ് പേപ്പർ 2 സൈക്കോളജിയുടെ ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ഈസ്റ്റേൺ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടതും അതുപോലെ പോസിറ്റീവ് സൈക്കോളജിയുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കൺസെപ്റ്റുകളാണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വരുന്നത്. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ യോഗയെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. പതാഞ്ജലിയുടെ യോഗയും അതുപോലെ തന്നെ വ്യത്യസ്ത ടൈപ്സ് ഓഫ് യോഗാസൊക്കെ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ഭാഗങ്ങൾ തന്നെയാണ്, ചോദിക്കാൻ സാധ്യത ഉള്ള ഭാഗങ്ങളാണ്. ഇവിടെ ഒരു ഈസ്റ്റേൺ സൈക്കോളജിയും വെസ്റ്റേൺ സൈക്കോളജിയും കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത്. ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വിച്ച് ഓഫ് ദ ഈസ്റ്റേൺ വെസ്റ്റേൺ കോമ്പിനേഷൻ അബൌട്ട് സൈക്കോതെറാപ്യൂട്ടിക് പ്രോസസ്സസ് ദാറ്റ് ആർ കറക്റ്റ്? ഓരോ ഈസ്റ്റേൺ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിനും വെസ്റ്റേൺ സൈക്കോളജിക്കൽ ആൾട്ടർനേറ്റീവ് ഉണ്ടായിരിക്കും. താഴെ 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ആസനയെക്കുറിച്ച് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ? അഷ്ടാംഗ യോഗ പറഞ്ഞ സമയത്ത് അതിൽ ആസന എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ബ്രീത്തിങ് എക്സസൈസ് ആണോ? അല്ല, ആസന എന്ന് പറഞ്ഞ ബ്രീത്തിങ് എക്സസൈസ് അല്ല. വിശദീകരിക്കാം. പിന്നെ വിഭാസന, മനന, പിന്നെ ഉപയോഗ, പിന്നെ ശവാസന എന്നോ ശവാസനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശവാസനത്തിന് ശവാസന എന്ന് എഴുതാറുണ്ട്. അതൊക്കെയാണ് അതിൽ വരുന്നത്. ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ രണ്ട് കമ്പാരിസൺ ആണ് ഈ ചോദ്യത്തിൽ വരുന്നത് അല്ലേ? കമ്പാരിസൺ ജസ്റ്റ് നോക്കാം. രണ്ട് പേഴ്സ്പെക്റ്റീവുകൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഫസ്റ്റ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഈസ്റ്റേൺ സ്പിരിച്വൽ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ പേഴ്സ്പെക്റ്റീവ്. ഫസ്റ്റ് പേഴ്സ്പെക്റ്റീവോടെ ജസ്റ്റ് പേരൊന്ന് എഴുതി വെക്കാം. ഈസ്റ്റേൺ സ്പിരിച്വൽ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ പ്രാക്ടീസസ്. മറ്റത് വെസ്റ്റേൺ സൈക്കോതെറാപ്യൂട്ടിക് ടെക്നിക്. ഇത് തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഇവിടെ. ഫസ്റ്റ് ഭാഗം വരുന്ന ആസന, വിഭാസന ഒക്കെ വരുന്നത് ഈസ്റ്റേൺ സൈക്കോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായ കാര്യമാണ്. യൂണിറ്റ് 1 കാര്യമാണ്. വെസ്റ്റേൺ സൈക്കോളജി അതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ കമ്പാരിസൺ ആണ്. നോക്കാം. അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് ആസന നോക്കാം. ഓപ്ഷൻ എ ആസന. ആസന എന്ന് പറഞ്ഞാൽ ശരിക്കും ക്വസ്റ്റ്യനിൽ പറയുന്നത് ബ്രീത്തിങ് എക്സസൈസ് ആണ്. ശരിക്കും ബ്രീത്തിങ് എക്സസൈസ് അല്ല ആസന എന്ന് പറഞ്ഞാൽ. ബ്രീത്തിങ് എക്സസൈസിന് നമുക്ക് പ്രാണായാമ എന്നാണ് പറയാം അല്ലേ? നമുക്കിവിടെ ആസന എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രീത്തിങ് എക്സസൈസ് പറഞ്ഞാൽ തെറ്റാണ്. ശരിക്കും സ്റ്റഡി ഫിസിക്കൽ പോസ്ചറാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് നമ്മളെ ഫിസിക്കൽ ബോഡി വ്യത്യസ്ത തരത്തിലുള്ള ഫിസിക്കൽ ബോഡി പോസ്ചറുകൾക്കാണ് എന്ത് പറയാം, ആസന എന്ന് പറയാം. അതിനെക്കുറിച്ച് വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഷ്ടാംഗ യോഗ പറഞ്ഞ സമയത്ത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ക്ലാസ് ഒന്ന് റെഫർ ചെയ്താൽ കൂടുതൽ മനസ്സിലാവും. എങ്കിലും ഞാൻ ഇവിടെ ഷോർട്ടായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് എഴുതാം. ആസന മീൻസ് എ സ്റ്റഡി ഫിസിക്കൽ പോസ്റ്റർ. ഇവിടെ നമ്മൾ പറഞ്ഞത് ശരിക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ബ്രീത്തിങ് എക്സസൈസ് ആണ്. ബ്രീത്തിങ് എക്സസൈസിന് പറയാം പ്രാണായാമ എന്നാണ്. ഇതും നമ്മൾ അഷ്ടാംഗ യോഗ പറഞ്ഞ സമയത്ത് പ്രാണായാമ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പ്രാണായാമ എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് എക്സസൈസ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ശരിക്കും തെറ്റാണ്. നമ്മൾ എ ഓപ്ഷൻ എ തെറ്റാണ്. തെറ്റ്. രണ്ട്, വിപാസന മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. ഓരോന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ ബാക്കിലുള്ള തിങ്കേഴ്സിനെയും അതിൻ്റെ തിയറികളൊക്കെ നമുക്ക് ഇത് പറഞ്ഞതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. ഓക്കെ. രണ്ടാമതായിട്ട് നമുക്ക് വിപാസന. അത് കറക്റ്റാണ്. ഓപ്ഷനിൽ പറയുന്ന മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. അത് ഓപ്ഷൻ ബി എന്താണ്, ശരിയാണ്. ഇത് ശരിക്കും ഈ വിപാസന എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻ ടെക്നിക്കാണ്. ഓക്കെ. നമ്മളെ ഇൻസൈഡിലേക്ക്, നമ്മളെ ഉള്ളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ് ഈ വിപാസന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നമ്മളെ തോട്ട്സിനെയും നമ്മളെ സെൻസിനെയും ജഡ്ജ് ചെയ്യാതെ നമ്മളെ ചിന്തയിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യനെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും, ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ. നമ്മൾ നല്ല ചിന്തയാണെങ്കിൽ ചീത്ത ചിന്തയാണെങ്കിൽ ചിന്തകൾ, തോട്ട്സ് വരാത്ത സമയം ഉണ്ടാവില്ല. അപ്പോൾ തോട്ട്സ് വരുന്ന സമയത്ത് തോട്ട്സിനെ ജഡ്ജ് ചെയ്യാതെ, തോട്ട്സിൻ്റെ ആശയങ്ങൾ ജഡ്ജ് ചെയ്യാതെ അതങ്ങനെ ഒഴുകിപ്പോവാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഈ വിപാസന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ആളുകളോട് ദേഷ്യമുള്ള ചിന്തകൾ വരും, സ്നേഹമുള്ള ചിന്തകൾ വരും, അങ്ങനെ ഇമോഷൻസൊക്കെ എന്തിൻ്റെ ബേസിലാണ് വരുന്നത്, ഈ ചിന്തയുടെ ബേസിലാണ് വരുന്നത്. അപ്പോൾ ഈ ചിന്തകൾ ഇങ്ങനെ ഒരു അരുവി ഒഴുകുന്ന പോലെ ഇങ്ങനെ ഒഴുകി പോകുന്നു. പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇമോഷനെ നിയന്ത്രിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു സങ്കടകരമായ സിറ്റുവേഷനാണ്, സന്തോഷമുള്ള സിറ്റുവേഷനാണ്, അപ്പം അതിനനുസരിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ വരുന്നു. നമ്മളെ ഇമോഷനെ നിയന്ത്രിക്കാതെ ആ ചിന്തകൾ അങ്ങനെ ഒഴുകി പോകുന്നു. അതിന് എന്ത് പറയുന്നു, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ വിപാസന എന്ന് പറയുന്നു. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു ആൻഷ്യൻ്റ് ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻ്റെ ഭാഗമാണ്. ആൻഷ്യൻ്റ് ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻ, ആൻഷ്യൻ്റ് ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻ്റെ ഭാഗമാണിത്. ഓക്കെ. ഇതാണ് ഉദ്ദേശിക്കുന്നത് ഇൻസൈറ്റ് ഓർ ക്ലിയർ സീയിങ്. നമ്മൾ ഉള്ളിലേക്ക് നോക്കുക, അകക്കണ്ണ് ഉള്ളിലേക്ക് നോക്കുക, ഓർ ക്ലിയർ സീയിങ്. നമ്മൾ ഉള്ളിൽ എന്താണ് കാണുന്നത്, നമ്മളെ തോട്ട്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുക, സെൻസേഷനെ നമ്മൾ ഒബ്സർവ് ചെയ്യുക വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ്. വിപാസന എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തന്നെ ചിലപ്പോൾ വേറെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇറ്റ് ഇൻവോൾവ്സ് observing thoughts അതുപോലെ സെൻസേഷൻ വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ്. ജഡ്ജ് ചെയ്യാതെ, ആരെയും ജഡ്ജ് ചെയ്യാതെ, നമ്മളെ തോട്ട്സിനെ ജഡ്ജ് ചെയ്യാതെ അത് ഒബ്സർവ് ചെയ്യാം എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വിപാസന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കറക്റ്റാണ്. ഇനി മൂന്നാമത്തെ മനന എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ. മനന മീൻസ് റിഫ്ലക്ഷൻ. അത് കറക്റ്റാണ്. മനന എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ശരിയാണ്.
മനന എന്ന് പറഞ്ഞാൽ നമ്മൾ വേദിക് ട്രഡീഷൻ്റെ ഭാഗമായിട്ടാണ് ഈ മനന എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വിശദീകരിക്കുന്നത്. ലേണിംഗ് 3 സ്റ്റേജുകളിലായിട്ടാണ് നടക്കുന്നതെന്നാണ് വേദിക് ലിറ്ററേച്ചർ പറയുന്നത്. ഏതൊക്കെയാണ് ആ 3 സ്റ്റേജുകൾ നമുക്ക് നോക്കാം. ഇത് ജസ്റ്റ് ഇവിടെ എഴുതിയിടാം. വേദാന്തവുമായി ബന്ധപ്പെട്ട വേദിക് ലിറ്ററേച്ചറിലെ വേദാന്ത ട്രഡീഷനാണ് ഇതിൽ വരുന്നത്. വേദാന്ത ട്രഡീഷൻ. ഇതിൽ പറയുന്നത് എന്താണ്? ലേണിംഗ് ഹാപ്പൻസ് in 3 stages. എ വരുന്നത് ശ്രവണ. ശ്രവണ എന്ന് പറഞ്ഞാൽ ഹിയറിംഗ്. ബി മനന. മനന മീൻസ് തിങ്കിങ് അല്ലെങ്കിൽ ഡീപ്പ് തിങ്കിങ്. സി നിധിധ്യാസന. നിധിധ്യാസന എന്ന് പറഞ്ഞാൽ മെഡിറ്റേറ്റീവ് ഇൻറ്റേർണലൈസേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്ന 3 കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യനാണ്. ഇതിൽ മൂന്നാമത്തേതാണ് മനന എന്ന കൺസെപ്റ്റ്. ഈസ്റ്റേൺ സൈക്കോളജി വെസ്റ്റേൺ സൈക്കോളജിയുടെ കമ്പാരിസൺ ആണ്. ഇവിടെ മാച്ച് ദ ഫോളോയിങ് കറക്റ്റ് ആണോ എന്നാണ് നോക്കുന്നത്. അതിൽ ആസന എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. വിഭാസന മൈൻഡ്ഫുൾനെസ് ശരിയാണ്. പിന്നെ മനന എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ, അത് ശരിയാണ്. ഇവിടെ പറയുന്നത് മനന എന്ന് പറഞ്ഞാൽ വേദാന്തിക് ട്രഡീഷൻ, വേദിക് ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ വേദാന്തിക് ട്രഡീഷനിൽ എന്താണ് മനന എന്ന് പറഞ്ഞാൽ ലേണിങ്ങിൻ്റെ 2ാമത്തെ സ്റ്റേജാണ്. ലേണിങ് ഒരു അറിവ് ശേഖരിക്കുന്നത് 3 സ്റ്റേജുകളിലൂടെയാണെന്ന് പറയുന്നു. ഒന്ന് ശ്രവണയാണ്, കേൾവിയിലൂടെ. ഓക്കെ. മനന എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തയിലൂടെ. പിന്നെ നിധിധ്യാസന, അത് മെഡിറ്റേഷനിലൂടെ. അങ്ങനെ 3 ഘട്ടങ്ങളിലൂടെയാണ് ലേണിങ് നടക്കുന്നത്. അതിൽ മനന എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഇവിടെ പറഞ്ഞ റിഫ്ലക്ഷനോട് ഉദ്ദേശിക്കുന്നത്
എന്താണ് അത് എന്താണ് ഡീപ്പ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡീപ്പ് തിങ്കിങ് കറക്റ്റാണ്. ഇവിടെ നമ്മൾ ഡീപ്പ് റിഫ്ലക്ഷനും തിങ്കിങ്ങും പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡീപ്പ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡീപ്പ് തിങ്കിങ്, അപ്പോൾ അത് കറക്റ്റാണ്. ഇനി നമുക്ക് ഓപ്ഷൻ അപ്പോൾ ഡിയിലേക്ക് പോവാം. ഉപയോഗ ആർഗ്യുമെൻറ്റേഷൻ. ഉപയോഗ എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻറ്റേഷൻ ശരിയല്ല, അത് തെറ്റാണ്. ഉപയോഗ ഉപയോഗ ആർഗ്യുമെൻറ്റേഷൻ അത് അത് ശരിയല്ല, അത് തെറ്റാണ്. ഇപ്പം നമ്മൾ രണ്ട് തെറ്റാണ് പറഞ്ഞു. ആസന എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് എക്സസൈസ് അല്ല, അത് ഫിസിക്കൽ പോസ്ചറാണ്. ബ്രീത്തിങ് എക്സസൈസിന് നമ്മൾ എന്താ പറഞ്ഞത്? പ്രാണായാമ എന്നാണ് പറഞ്ഞത്. പിന്നെ വിപാസന ശരിയാണ്. പിന്നെ മനന പറഞ്ഞത് കറക്റ്റാണ്. പിന്നെ പറഞ്ഞത് ഇനി പറയാനുള്ളത് ഉപയോഗ. ഓക്കെ, ഉപയോഗ എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻറ്റേഷൻ അല്ല, അത് തെറ്റാണ്. ഉപയോഗ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ഉപയോഗ ഓപ്ഷൻ ഡി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഉപയോഗ. ഉപയോഗ എന്ന് പറഞ്ഞാൽ ശരിക്ക് കോൺഷ്യസ് അറ്റൻഷനെയാണ് എന്താ പറയുക, കോൺഷ്യസ് അറ്റൻഷൻ യൂട്ടിലിറ്റി, അത് അപ്ലൈഡ് മെൻ്റൽ എനർജി, ഇതിനൊക്കെയാണ് എന്ത് പറയാം, ഉപയോഗ എന്ന് പറയാം. കോൺഷ്യസ് അറ്റൻഷൻ ഉപയോഗ എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് അറ്റൻഷൻ. അപ്പോൾ ഇത് ശരിക്കും എന്തല്ല, ഇത് നമ്മൾ നേരത്തെ ഇത് ജെയിൻ അല്ലെങ്കിൽ ആയുർവേദിക് ട്രഡീഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കൺസെപ്റ്റ് വരുന്നത്. ജെയിൻ ട്രഡീഷൻ, അതുപോലെ തന്നെ ആയുർവേദിക് ട്രഡീഷൻ. അത് ശരിക്കും എന്തല്ല, ലോജിക്കൽ ആർഗ്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞത് തെറ്റാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു കോൺഷ്യസ് അറ്റൻഷൻ or utility or applied mental energy. അപ്ലൈഡ് മെൻ്റൽ എനർജി, അപ്പോൾ ഇതാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. ശവാസന. ശവാസന എന്ന് പറഞ്ഞാൽ ശവാസനത്തിനാണ് നമ്മൾ സാധാരണ നമ്മൾ ശവാസന എന്ന് പറയുന്നതിനാണ് എന്താ പറയുക, ശവാസന എന്ന് പറയുന്നത്. രണ്ടും വാക്ക് സെയിം തന്നെയാണ്, നമ്മൾ ശവാസന എന്നും എഴുതാറുണ്ട്. ഓക്കെ, പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ശവാസന, അത് ശരിയാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സൈഡിൽ വരുന്ന ഈസ്റ്റേൺ സ്പിരിച്വൽ സൈക്കോളജിക്കൽ പ്രാക്ടീസസ് ആണ്. ഇതിൽ വരുന്നത് ഈ ആസന, വിഭാസന, മനന എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വരുന്നത് അതിൻ്റെ വെസ്റ്റേൺ ആൾട്ടർനേറ്റീവാണ്. വെസ്റ്റേൺ സൈക്കോ തെറാപ്യൂട്ടിക് ടെക്നിക്കുകളാണ് രണ്ടാമത്തെ സൈഡിൽ വരുന്നത്. ഈ സൈഡിൽ വരുന്നത് വെസ്റ്റേൺ തെറാപ്യൂട്ടിക് ടെക്നിക്കുകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ശവാസനയിലേക്ക് പോവാം. ഓപ്ഷൻ ഇ
ശവാസന. ശവാസന എന്നാണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇത് പറഞ്ഞിട്ടുള്ളത് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ആണ്. ശരിയാണ്. പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ. ഇത് നമ്മൾ സാധാരണ ഇത് നമ്മളെ മൈൻഡും നമ്മളെ ബോഡിയും തമ്മിലുള്ള കണക്ഷനാണ് വിശദീകരിക്കുന്നത്. ഇത് കോർപ്പസ് പോസ് എന്ന് പറയും. ഇങ്ങനെ കോർപ്പസ് പോസ്. നമ്മളെ ബോഡിയെ പൂർണ്ണമായിട്ടും തളർത്തിയിട്ട് കഴിഞ്ഞാൽ, റിലാക്സ് ആക്കി കഴിഞ്ഞാൽ, നമ്മളെ മസിൽസിനെ റിലാക്സ് ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മളെ മനസ്സും റിലാക്സ് ആവുമെന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. ഓക്കെ, ഇതിലൂടെ നമ്മളെ ബോഡിയെ റിലാക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷനൊക്കെ എന്ത് ചെയ്യും, ബോഡിയിലുള്ള ഈ പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷനും ഓട്ടോമാറ്റിക് കുറയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്താന്ന് ജസ്റ്റ് ഒന്ന് എഴുതാം. ഇവിടെ എഴുതാം. ശവാസന എന്ന് പറഞ്ഞാൽ ശവാസന അല്ലെങ്കിൽ സവാസന ഈസ് ദ corpus pose where you lay completely still and consciously release tension from every muscle group one by one. ഒന്നുമില്ല, നമ്മൾ സാധാരണ നിലത്ത് കിടക്കുക. നിലത്ത് കിടന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ മസിൽസിനെയൊക്കെ എന്ത് ചെയ്യുക, ഫ്രീ ആക്കി വിടാം. മസിൽസിനെ ഫ്രീ ആക്കുന്ന സമയത്ത് നമ്മളെ പ്രഷറും, നമ്മളെ ബോഡിയിലെ പ്രഷറും ഡിക്രീസ് ചെയ്യും. ബോഡിയിലെ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മനസ്സ് റിലാക്സ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഒരു സയൻറ്റിഫിക് ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അത് ശരിക്കൊരു സൈക്കോ തെറാപ്യൂട്ടിസ്റ്റിനെയോ സൈക്കോ തെറാപ്പി ചെയ്യുന്ന ഒരാളെയോ ഇങ്ങനെ മെഡിറ്റേഷൻ യോഗ ചെയ്യുന്ന ഒരാളെയോ കൺസൾട്ട് ചെയ്താലാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ അറിയാൻ കഴിയുള്ളൂ. നമ്മൾ പുസ്തകത്തിൽ വായിച്ചിട്ട് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എഫക്റ്റീവ് ആണെന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരു ഗൈഡിനെ എന്ത് ചെയ്യണം, നിങ്ങൾ സമീപിക്കണം. പുസ്തകത്തിൽ വായിച്ചിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ എന്ത് ചെയ്യരുത്, പരിപൂർണമായിരിക്കില്ല. നമ്മൾ മനസ്സിലാക്കിയ രീതി ആയിരിക്കില്ല യഥാർത്ഥത്തിൽ ഉണ്ടാവുക. തിയററ്റിക്കലി കറക്റ്റായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണം, അതിന് വ്യക്തമായ രീതികളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള, അതായത് യോഗ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിനെയോ ഒക്കെ സമീപിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടത് മനസ്സിലാക്കി തരും. എക്സാമിന് ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, പക്ഷേ ഇതെന്നുള്ള ശരിക്കും ഇതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ആണെന്ന് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് മറ്റൊരു തെറാപ്യൂട്ടിക് മെത്തേഡാണ്. ഈ ശവാസന എന്ന് പറയുന്ന തെറാപ്യൂട്ടിക് മെത്തേഡിൻ്റെ ഈസ്റ്റേൺ സൈക്കോളജിയിൽ വരുന്ന ഒരു കൺസെപ്റ്റിൻ്റെ നേരെ
വെസ്റ്റേൺ ആൾട്ടർനേറ്റീവ് ആണ് ഈ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ. അത് ഒരു തിയറിയുമായി ബേസ് ചെയ്ത് അതിൻ്റെ വിശദീകരണം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ 5 ഓപ്ഷൻസ് വരുന്നത്. ആസന എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് എക്സസൈസ് അല്ല, അത് ഫിസിക്കൽ പോസ്റ്ററാണ്. ബ്രീത്തിങ് എക്സസൈസിന് നമ്മൾ പ്രാണായാമ എന്നാണ് പറയാം. പിന്നെ വിഭാസന മൈൻഡ്ഫുൾനെസ് ആണ്. മനന റിഫ്ലക്ഷൻ ആണ്. ഉപയോഗ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തല്ല, ആർഗ്യുമെൻറ്റേഷൻ അല്ല, ശരിക്കും എന്തല്ല കോൺഷ്യസ് അറ്റൻഷനാണെന്ന് പറയാം. എന്ത് പറയും, ഉപയോഗ എന്ന് പറയാം. അതുപോലെ ശവാസനത്തിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ആണെന്ത്, പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ, വെസ്റ്റേൺ ആൾട്ടർനേറ്റീവ് ആണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കൺസെപ്റ്റുകൾ തിങ്കേഴ്സിനൊക്കെ നമുക്ക് പരിചയപ്പെടാം. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് എന്താണ്, ഇവിടെ എഴുതാം, ജോൺ കബാറ്റ് ആൻഡ് സിൻ. ഇവരാണ് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒരു എന്ത് തുടങ്ങിയ ഒരു തെറാപ്പി കൺസെപ്റ്റ് ഇവരാണ് കൊണ്ടുവന്നത്. ജസ്റ്റ് ഇവിടെ എഴുതാം, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ. അതിന് നമ്മൾ MBSR എന്ന് പറയും, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ എന്ന് പറഞ്ഞ തിയറി ഇവരാണ് കൊണ്ടത്. ഒരു മോളിക്കുലാർ ബയോളജിസ്റ്റ് ആണ്. ഓക്കെ, ഇവിടെ എഴുതാം. ബുദ്ധിസ്റ്റ് വിപാസന മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ തൊട്ട് മുകളിൽ പഠിച്ചില്ലേ, എവിടെ നമ്മൾ ഇവിടെ പറഞ്ഞത് അതാ വിപാസന, ഓപ്ഷൻ ബി. ഈ ഓപ്ഷൻ ബിയുമായി ബന്ധപ്പെട്ട് വിപാസനയുമായി ബന്ധപ്പെട്ട മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആണെന്ത്. ഇപ്പം നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ്റെ ഒരു തെറാപ്പിയാണെന്ത് ഈ പറഞ്ഞ MBSR എന്ന് പറഞ്ഞത്. MBSR എന്ന് പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ എന്ന് പറഞ്ഞ തെറാപ്പിയാണ്. ഈ തെറാപ്പി ഡെവലപ്പ് ചെയ്ത് കൊണ്ടത് ജോൺ കബാറ്റ് സിൻ എന്ന് പറഞ്ഞ ആളാണ്. ഇവർ 2 ആൾക്കാരാണ്, ജോൺ കബാറ്റ് സിൻ. ഇവർ എന്താണ്, യൂണിവേഴ്സിറ്റി ഓഫ് ഇവിടെ എഴുതാം, മോളിക്കുലാർ ബയോളജിസ്റ്റ് ആണ്. മോളിക്യുലാർ ബയോളജിസ്റ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആളാണ് ആരാണ്, ജോൺ കബാറ്റ് സിൻ. ഇവർ ആണ് എന്ത് ഡെവലപ്പ് ചെയ്തത്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല, വിപാസന എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ നിന്ന് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു തെറാപ്പി ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഇവർ എന്താണ് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ എന്ന് പറഞ്ഞ തെറാപ്പി ഇവരാണ് ഡെവലപ്പ് ചെയ്തത്. ഇവർ മോളിക്കുലാർ ബയോളജിസ്റ്റ് ആണ്. പിന്നെ ഇവരാണ് എന്ത് ചെയ്തത്, വിപാസന മെഡിറ്റേഷൻ. ജസ്റ്റ് ഇവിടെ എഴുതാം, വിപാസന. ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞ ചോദ്യത്തിൻ്റെ വിശദീകരണം തന്നെയാണ് കേട്ടോ, കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള വിശദീകരണമാണ് വിപാസന മെഡിറ്റേഷൻ. യൂസ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന തെറാപ്പിയാണെന്ത്, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ എന്ന് പറഞ്ഞ തെറാപ്പി. ഇദ്ദേഹം ഇത് 1979 ഈ തെറാപ്പി ഡെവലപ്പ് ചെയ്തത്, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ തെറാപ്പി എന്ന് പറഞ്ഞത്. ഈ വിപാസന മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ബുദ്ധിസ്റ്റ് കൺസെപ്റ്റാണ്. ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻ ആണത് ഈ വിപാസന മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ തൊട്ട് മുകളിൽ നമ്മൾ ആസന പറഞ്ഞ സമയത്ത് രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് വിപാസന. ആൻഷ്യൻ ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻ ആണ്. ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിനിലേക്ക് എന്ത് ചെയ്യാം, നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. മനസ്സിൽ ഓരോ സമയത്തും ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും സ്വാഭാവികമായിട്ടും അല്ലേ. ചിന്തയില്ലാത്ത സമയം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ മനസ്സിൽ വരുന്ന ചിന്തയെ ഇമോഷനുമായി കണക്ട് ചെയ്യാതെ, ആ ചിന്ത ജഡ്ജ് ചെയ്യാതെ ആ ചിന്തയിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാണെന്ന് പറയാം വിപാസന എന്ന് പറയുന്നത്. നമ്മളെ ചിന്തകൾക്കനുസരിച്ച് നമുക്ക് സങ്കടവും സന്തോഷവും വെറുപ്പും ദേഷ്യവും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ
ഇമോഷനുമായി കണക്ട് ചെയ്യാതെ, ജഡ്ജ് ചെയ്യാതെ ആ ചിന്തകൾ അങ്ങനെ ഒഴുകി പോകാൻ അനുവദിക്കുന്നതിന് എന്ത് പറയും? വിപാസന എന്ന് പറയും. അപ്പോൾ ഈ മെഡിറ്റേഷനെ ഇദ്ദേഹമാണ് എന്ത് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ എന്ന് പറഞ്ഞ തെറാപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്തത്. ഇത് എന്താണ് ഇദ്ദേഹം ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള വിശദീകരണം തന്നിട്ടുണ്ടായിരുന്നു. സയൻറ്റിഫിക് ആയിട്ടുള്ള വിശദീകരണം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ പ്രസൻറ്റ് മൂമെൻറ്റിലാണല്ലോ ചിന്തിക്കുന്നത്. നമ്മളെ തോട്ട്സ് വരുന്ന സമയത്ത്, തോട്ട്സ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ചായിരിക്കും നമ്മൾ ചിന്തിക്കുക, നമ്മൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ചായിരിക്കും നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഈ തോട്ടിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത്, ചിന്തകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തോട്ടിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ആ തോട്ട് ചിലപ്പോൾ പഴയ കാലത്തെക്കുറിച്ചായിരിക്കും, ആ തോട്ട് ചിലപ്പോൾ പുതിയ കാലത്ത് വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചായിരിക്കും. അപ്പോൾ നമുക്കെന്തുണ്ടാവും? ഒന്നെങ്കിൽ ഫ്യൂച്ചറോ അല്ലെങ്കിൽ പാസ്റ്റോ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക. പക്ഷേ മൈൻഡ്ഫുൾനെസ് എക്സസൈസിൽ ഈ തോട്ടിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ പ്രസൻറ്റ് മൂവ്മെൻറ്റിലേക്കാണ് ശ്രദ്ധിക്കുക. അങ്ങനെ പ്രസൻറ്റ് മൂവ്മെൻറ്റിലേക്ക് ശ്രദ്ധിക്കുന്ന സമയത്ത് ബ്രെയിനിലെ അമിഗ്ദല എന്ന് പറയുന്ന പ്രദേശത്ത്, അവിടെ മനുഷ്യന് സ്ട്രെസ് ഉണ്ടാവുന്ന സ്ഥലം, സ്ട്രെസ് സെൻറ്റർ അവിടെയാണ്, അതിന് റിലാക്സ് കിട്ടും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മളെ മൈൻഡും ബ്രെയിനും ഒക്കെ റിലാക്സ് ആയി മാറും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഇവിടെ എഴുതി വെക്കാം. അദ്ദേഹത്തിൻ്റെ തിയറിയാണിത്. തിയറി സയൻറ്റിഫിക്കായിട്ട് ഈ ബുദ്ധിസ്റ്റ് വിപാസന എന്ന് പറഞ്ഞ മെഡിറ്റേഷൻ അദ്ദേഹം സയൻറ്റിഫിക്കലി റിസർച്ച് ചെയ്യുകയും അതിൻ്റെ ബേസിൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത തിയറിയാണ് ഇപ്പോൾ പറഞ്ഞ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ എന്ന് പറഞ്ഞ തെറാപ്പി. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്, സയൻറ്റിഫിക്കലായിട്ട് പറയുന്നത് എന്താണെന്ന് ഇവിടെ നോക്കാം. ഈ പ്രൂവ്ഡ് ദാറ്റ് focusing on present moment intentionally and non-judgmentally alters brain's amygdala. And the stress center. സ്ട്രെസ് ഉണ്ടാകുന്ന സെൻറ്ററിന് എന്ത് ചെയ്യും, ഇത് ആൾട്ടർ ചെയ്യും. അതായത് നമുക്ക് സ്ട്രെസ് റിഡക്ഷൻ തെറാപ്പിയാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്താണ് വിപാസന മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിസ്റ്റ് മെഡിറ്റേഷനാണ്. അത് സ്ട്രെസ് റിഡക്ഷൻ തെറാപ്പിയാണ്. നമ്മൾ പ്രസൻറ്റ് മൂമെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ തോട്ടിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രെസ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഇന്ന് എന്താണ് ഇത് പ്രധാനപ്പെട്ടൊരു തെറാപ്പിയാണ്. എന്താണ് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറാപ്പിയുടെ ഇതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് നെയിമാണിത് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറാപ്പി. തെറാപ്പിയുടെ ബാക്ക് ബോൺ ആയിട്ട് അറിയപ്പെടുന്ന മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറാപ്പി. MBCT. ഓക്കെ, സ്ട്രെസ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് ഇപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറാപ്പി. ഓക്കെ, ജോൺ കബാറ്റ് സിൻ ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. 1979 ഇത് ഡെവലപ്പ് ചെയ്തത്. നമുക്ക് മറ്റൊരു തിങ്കറിനെ പരിചയപ്പെടാം.
ആൽബർട്ട് എല്ലീസ്. അതുപോലെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, നോക്കട്ടെ, ആരൺ ബെക്ക്. ആരൺ ബെക്ക്. ഇവരുടെ ഒരു കൺസെപ്റ്റ് ആണെന്ന് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി കോൺട്രിബ്യൂട്ട് ചെയ്ത, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത ആളുകളാണ് ഇവർ. ഇവർ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് ഇവിടെ മനന എന്ന് പറയുന്ന കൺസെപ്റ്റുമായി നമ്മൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു അല്ലേ. മനന പറഞ്ഞപ്പോൾ നമ്മളിവിടെ പറഞ്ഞു എന്താണ് വേദാന്തിക് ട്രഡീഷനെ കുറിച്ച് പറയുന്നത്. ഈ വേദാന്തിക് ട്രഡീഷൻ പഠന വിധേയമാക്കിയിട്ടാണ് എന്ത് ചെയ്തത് ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഇവർ വിശദീകരിക്കുന്നത്. മനന എന്ന കൺസെപ്റ്റിൻ്റെ ബേസിലാണ് ഇത് പറയുന്നത്, ഇവർ പറയുന്നത്. അതായത് നമ്മൾ ഒരു എന്താണ് നമ്മളെ ഇറാഷണൽ തോട്ട്, നമ്മൾ ഒരു വസ്തുവിനെ കുറിച്ച് നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടിൽ എന്ത് ചെയ്യും, വ്യത്യാസങ്ങൾ വരും. വസ്തുവല്ല നമ്മളെ കാഴ്ചപ്പാടിൽ വ്യത്യാസം ഉണ്ടാക്കുന്നത്, വസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തയാണ്. അതായത് ഉദാഹരണം പറയാം, നായയല്ല നമ്മളെ ഭയപ്പെടുത്തുന്നത്, നായയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തയാണ്. ചില ആളുകൾക്ക് നായയെ കണ്ടാൽ ഭയം ഉണ്ടാവും, അല്ലെങ്കിൽ പാമ്പ്, നായ തന്നെ എടുക്കാം. നായയെ കാണുമ്പോൾ ചില ആളുകൾക്ക് ഭയം ഉണ്ടാവും, ചില ആളുകൾക്ക് ഭയം ഉണ്ടാവില്ല, സ്നേഹം ഉണ്ടാവും. അപ്പോൾ ചില ആളുകൾ എന്താണ് നായയെ കാണുമ്പോൾ ഭയക്കുകയും ടെൻഷൻ ആവുകയും അത് കാരണം അവർക്ക് സ്ട്രെസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ചില ആളുകൾക്ക് നായയെ കാണുമ്പോൾ ഭയം ഉണ്ടാവില്ല, ഇഷ്ടമായിരിക്കും ഉണ്ടാവുക, അപ്പോൾ അവർക്ക് പ്രഷറോ സ്ട്രെസ്സോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നായയല്ല എന്തിന് കാരണമായത്, സ്ട്രെസ്സിന് കാരണമായി നായയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് വസ്തുവിനെ കുറിച്ച് നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് എന്തിന് കാരണം, നമ്മളെ സ്ട്രെസ്സിന് കാരണം, അല്ല വസ്തു അല്ല കാരണം. അപ്പോൾ നമ്മുടെ ചിന്താഗതിയിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ കാഴ്ചപ്പാട് ചേഞ്ച് വരും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവരാണെന്ത് ഫൗണ്ടേഴ്സ് ഓഫ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. ഇവരെന്തുവാണ് റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി എന്ന് ഇതിൽ പറയും. ഇതിന് കാരണം ഇപ്പം നമ്മളിവിടെ ജസ്റ്റ് ഇവിടെ എഴുതി വെക്കാം, ഒരു പറഞ്ഞ എന്താണ് ഫൗണ്ടേഴ്സ് ഓഫ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. ഫൗണ്ടേഴ്സ് ഓഫ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. CBT. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ സൈക്കോളജിക്കൽ suffering is caused by അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, how we think about things.
നമ്മുടെ എല്ലാ പ്രയാസങ്ങളുടെയും കാരണം നമ്മൾ വസ്തുക്കളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതാണ്, അല്ലാതെ വസ്തുവല്ല കാരണം. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു പാമ്പിനെ കണ്ട് ചില ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, ഭയം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പാമ്പിനെ അമിതമായി ഭയക്കുക, പാമ്പ് കടിക്കും അല്ലെങ്കിൽ നായ കടിക്കുമെന്ന അമിതമായിട്ടുള്ള ചിന്തയാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മളെ ഇമോഷന് കാരണമെന്നല്ലാതെ നായയല്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മളൊരു വസ്തുവിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അതാണ് എന്തിന് കാരണം, നമ്മളെ സഫറിങ്ങിന് കാരണം, അല്ലാതെ വസ്തുവല്ല. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ദ തിങ് ദംസെൽഫ്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ എന്താണ് മനന, വേദാന്തിക് പ്രാക്ടീസസ് ഓഫ് മനന ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയും തെറാപ്പി CBTയിൽ എന്ത് ചെയ്യുന്നുണ്ട്, തെറാപ്പിസ്റ്റ് ഇവരുടെ ഇറാഷണൽ തോട്ട്സിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇറാഷണൽ ആയിട്ടുള്ള തോട്ടാണ് നമ്മൾ എന്തിന് കാരണമാവുന്നത്, നമ്മൾ ഈ സഫറിങ്ങിന് കാരണമാവുന്നത്. അപ്പോൾ ഇറാഷണൽ തോട്ട്സിനെ റിമൂവ് ചെയ്തിട്ട് നല്ല തോട്ട്സിനെ കൊണ്ടുവരാനാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ കോഗ്നിറ്റീവ് തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പിയിലൂടെ സഹായിക്കുന്നത്. അതിൻ്റെ ബേസ് എന്താണ്, ഇവിടെ നമ്മൾ തൊട്ട് മുകളിൽ ആ തിയറി വിശദമായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ പറയാം. മനന റിഫ്ലക്ഷൻ, ഇതൊരു വേദാന്തിക് ട്രഡീഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരുന്നു. മനന എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ ആണ്. വേദാന്തിക് ലിറ്ററേച്ചറുമായി, വേദാന്തിക് ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു കൺസെപ്റ്റാണ്. ഇതിൽ പറയുന്നത് ലേണിങ് നടക്കുന്നത് 3 സ്റ്റേജുകളിലൂടെയാണ്. ഒന്നാമത്തെ ശ്രവണ, രണ്ടാമത്തെ മനന, മൂന്നാമത്തെ നിധിധ്യാസന. ശ്രവണ, മനന, നിധിധ്യാസന, അങ്ങനെ 3 സ്റ്റേജുകളാണ്. ശ്രവണ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലേൺ ചെയ്യും. മനന എന്ന് പറഞ്ഞാൽ നമ്മൾ തോട്ടാണ്, ചിന്ത, റിഫ്ലക്ഷൻ, തോട്ട്സ്. നിധിധ്യാസന എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷനാണ്. ഇതിലൂടെ ലേണിങ് ഹാപ്പൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മനന എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ തോട്ടാണ്. തോട്ടിലൂടെ നമ്മൾ പുതിയ കാര്യങ്ങൾ അറിയും, മനസ്സിലാക്കും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്ത് പറഞ്ഞത്, നമ്മൾ എന്തിനെ, ഒരു വസ്തുവിനെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അതാണ് നമ്മുടെ ബിഹേവിയറിന്, നമ്മുടെ സഫറിങ്ങിന്, സൈക്കോളജിക്കൽ സഫറിങ്ങിൻ്റെ കാരണം. നമുക്ക് ഭയം വരുന്നു, നമുക്ക് സങ്കടം വരുന്നു, സന്തോഷം വരുന്നു. ഇതിനൊക്കെ കാരണം നമ്മൾ വസ്തുക്കളല്ല, നമ്മളെ ചുറ്റുപാടുള്ള വസ്തുക്കളല്ല, ആ വസ്തുക്കളെക്കുറിച്ച് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ വസ്തുക്കളെക്കുറിച്ചുള്ള നല്ല ചിന്ത, നെഗറ്റീവായിട്ടുള്ള തോട്ട് പോസിറ്റീവായിട്ടുള്ള തോട്ടായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും എന്നാണ് ഇവർ പറയുന്നത്. ഇതിന് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്നാണ് പറയാം. ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതാം. ഓക്കെ, ഇൻ CBT a therapist helps a client therapist helps a client reflect on and challenge their irrational thoughts. അതിന് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്നാണ് പറയാം. റീസ്ട്രക്ചറിങ്
cognitive restructuring, moving them from passive belief to passive belief to objective philosophical contemplation. അവിടെ ഇപ്പം ഈ നമ്മൾ ഈ CBT എന്ന് പറഞ്ഞാൽ ശരിക്കും സംഭവിക്കുന്നത് ഈ മനനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കൺസെപ്റ്റാണ്. അതായത് ഒരു വസ്തുവിനെ കുറിച്ച് നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നമ്മുടെ സഫറിങ്, സൈക്കോളജിക്കൽ സഫറിങ്ങിന് കാരണം. അപ്പോൾ ഈ വസ്തുവിനെ കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്ത എന്ത് ചെയ്യാണ്, കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്ങിലൂടെ നമ്മൾ മാറ്റിയെടുക്കുക ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് നമ്മളെ ഫ്യൂച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളെ ഭാവിയെക്കുറിച്ച്, നമ്മളെ രോഗങ്ങളെക്കുറിച്ച്, നമ്മളെ കാഴ്ചപ്പാടുകളെക്കുറിച്ചൊക്കെ ഒരുപാട് നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ ചിന്തകളുണ്ടല്ലോ. ഈ കഴിയില്ല എന്ന ചിന്തയാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ നെറ്റ് നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന ചിന്ത എന്തിന് കാരണമാവുന്നു, നമ്മളെ പഠിക്കാനുള്ള ഉത്സാഹം കുറയാൻ കാരണമാവുന്നു. അതിൻ്റെ ഫൈനൽ റിസൾട്ടും അങ്ങനെ തന്നെയാണ് വരിക. പക്ഷേ നമ്മളെ കൊണ്ട് നമുക്ക് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, സമയം കുറവാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകളും രോഗങ്ങളും പല കാരണങ്ങളും ഉണ്ട്. പക്ഷേ നമ്മളെ കൊണ്ട് കഴിയുമെന്ന വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അതാണ് ശരിക്കും CBT എന്ന് പറഞ്ഞാൽ. നമ്മുടെ പേഴ്സ്പെക്റ്റീവ്, കോഗ്നേറ്റീവ് റീസ്ട്രക്ചറിങ്, നമ്മളെ കൊണ്ട് കഴിയും എന്ന് നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ എണീക്കാനും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ കഴിയും. മാത്രമല്ല ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, എക്സാം എഴുതുന്ന സമയത്തും കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. ഈ കോൺഫിഡൻസ് എന്തിന് കാരണമാവും, നമ്മളെ കാഴ്ചപ്പാടും നമ്മളെ പുതിയ റിസൾട്ടും ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സമയമില്ല. ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് കൂടി ഉണ്ട്. ഇതൊരു വലിയൊരു ടോപ്പിക്കാണ്, നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈവനിങ് ഡിസ്കസ് ചെയ്യാം. ഇന്ന് കുറച്ച് നേരത്തെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക കേട്ടോ. ഒരു 3-3:30 ആയിട്ട് ക്ലാസ് ഉണ്ടായിരിക്കും, ഞാൻ പറയാം. അപ്പോൾ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.